അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് 8ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കപ്പെട്ട ഫിഖ്ഹുൽ ഇസ്ലാമിലെ 11ാമത്തെ ചാപ്റ്റർ സ്വലാത്തുൽ ആജിസ്, കഴിവില്ലാത്തവന്റെ നിസ്കാരം എന്ന് പഠിപ്പിക്കുന്നത്. ശുദ്ധീകരിക്കാൻ കഴിയാത്ത ആള്, അതുപോലെ വസ്ത്രം ധരിക്കാനില്ലാത്ത ആള്, നിസ്കരിക്കാൻ കഴിയാത്ത ആള്, ഇരുന്നിസ്കരിക്കാൻ കഴിയാത്ത ആള്, കടന്നിസ്കരിക്കാൻ കഴിയാത്ത ആള്, കിബിലറിയാത്ത ആളുകൾ, ഇവരെങ്ങനെയാണ് നിസ്കരിക്കണോ നിസ്കരിക്കേണ്ടയോ എന്താണ് മതവിധി നമുക്ക് നോക്കാം. മൻ അജസാനി ത്വഹാറത്തി അനിൽ ഹദസ് ബിൽ മാഇ തയമ്മമ, വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ തയമ്മം ചെയ്യേണ്ടതാണ്. ഫഇൻ അജസ സ്വല്ലാ ബിഹദസിഹി ലിഹുർമത്തിൽ വഖ്തി, ഇനി തയമ്മം ചെയ്യാനും കഴിയുന്നില്ലെങ്കിൽ അശുദ്ധിയോട് കൂടെ തന്നെ നിസ്കരിക്കുകയും സമയത്തിൻ്റെ പവിത്രത മാനിച്ച് അശുദ്ധിയോട് കൂടെ തന്നെ നിസ്കരിക്കണം. സുമ്മ ആദ, പിന്നീട് നിസ്കാരം അടക്കവും വേണം. വമൻ അജസ അൻ തത്ഹീരിൻ നജാസത്ത് ഫീ ബദനിഹി, ശരീരത്തിലെ നജസ് ശുദ്ധീകരിക്കാൻ കഴിയാതിരുന്നാൽ സ്വല്ല ലിഹുർമത്തിൽ വഖ്തി, സമയത്തിന്റെ പവിത്രത മാനിച്ചിട്ട് നിസ്കരിക്കണം. സുമ്മ ആദ, പിന്നീട് മടക്കുകയും വേണം. ഔ ഫീ സൗബിഹി, അതല്ല വസ്ത്രത്തിലാണ് ശുദ്ധീകരിക്കാൻ പറ്റാത്തതെങ്കിൽ സ്വല്ല ഉരിയാനൻ, അവൻ നഗ്നനായിട്ട് വസ്ത്രമില്ലാതെ തന്നെ നിസ്കരിക്കണം. പക്ഷേ വലാ ഇആദത അലൈഹി, അവൻ നിസ്കാരം അടക്കേണ്ടതില്ല. വമൻ ഹുബിസ ഫീ മക്കാനിൻ നജസിൻ, ഇനി ഒരാളെ നജസായ സ്ഥലത്ത് ബന്ധിപ്പിക്കപ്പെട്ടു. വലം യജിദ് മാ യുഫ്രഷു അലൈഹി, നജസിന്റെ മേൽ വിരിക്കാനൊന്നും കിട്ടിയതില്ല എങ്കിൽ സ്വല്ലാ വആദ, അവൻ നിസ്കരിക്കും വേണം, പിന്നീട് മടക്കി നിസ്കരിക്കണം. അപ്പൊ അങ്ങനെ നിസ്കരിക്കുമ്പോൾ എങ്ങനെ സുജൂദ് ചെയ്യേണ്ടത്? വയൻഹനി ലിസ്സുജൂദി, സുജൂദിന് വേണ്ടി കുനിയണം. വലാ യളഉ ജബ്ഹതഹു അലൻ നജാസ, നജസിന്റെ മേൽ നെറ്റിത്തടം വെക്കാൻ പാടില്ല. നജസിന്റെ മേൽ നെറ്റി വെക്കാതെ സുജൂദിന് വേണ്ടി കുനിയൽ മാത്രം. ഇനി നോക്കൂ, വമൻ ഫഖദ സൗബ ലസിമഹു സത്റു ഔറത്തിഹി ബിതീനിൻ, ഇനി ഒരാൾക്ക് വസ്ത്രമില്ലെങ്കിൽ അവന്റെ ഔറത്ത് മറക്കണം. എന്തുകൊണ്ട്? ബിതീനിൻ, ചളി കൊണ്ട്. ഔ ഹശീഷിൻ, അല്ലെങ്കിൽ പുല്ലുകൊണ്ട്. ഔ വറഖിൻ, അല്ലെങ്കിൽ ഇല കൊണ്ട്. ഔ ഗൈരി, അല്ലെങ്കിൽ മറ്റുള്ളത് കൊണ്ട്. വസ്ത്രമില്ലെങ്കിൽ എന്താണോ ലഭിക്കുന്നത് അത് മറച്ചിട്ടെങ്കിലും ഔറത്ത് മറക്കണം എന്നർത്ഥം. ഇനി വലോ ഖദറ അല ബഅദി സാതിരി, ഇനി മറണ്ട് പക്ഷേ കുറച്ചേ ഉള്ളൂ, അല്പം മറക്കാനാണുള്ളതെങ്കിൽ ലസിമഹു സത്റു ബിമാ വജദ മുഖദ്ദമ സൗഅതൈനി ഫൽ ഖുബ്ല, ഇനി കിട്ടിയത് എടുത്തുകൊണ്ട് മറക്കണം. അതിൽ ആദ്യം മുൻഗണന നൽകേണ്ടത് മുന്തുവാരത്തിനുമാണ്. അതിൽ മുൻഗണന നൽകേണ്ടത് മുന്തുവാരത്തിനാണ്. അപ്പോൾ മുന്തുവാരത്തിന് മാത്രമേ മറക്കാനുള്ളൂ, എന്നാൽ പിന്നെ മുന്തുവാരാണ് ഫസ്റ്റ് മുൻഗണന നൽകേണ്ടത്. ഫഇല്ലം യജിദ് സാതിർ അസ്ലൻ, ഇനി മറക്കാൻ തീരെ ഇല്ല എങ്കിൽ എന്നാൽ സ്വല്ലാ ഉരിയാൻ ബിലാ ഇആദത്തിൻ, അവനെ നഗ്നനായിട്ട് നിസ്കരിക്കണം. അഥവാ ഔറത്ത് മറക്കാതെ തന്നെ നിസ്കരിക്കുകയും വേണം. പക്ഷെ എന്ത് വേണ്ട? മടക്കി നിസ്കരിക്കേണ്ടതില്ല. വമൻ ജഹിലിൽ വഖ്ത വലം യുഖ്ബിർ ബിഹി സിഖത്തുൻ ഇജ്തഹദ, വമൻ ജഹിലിൽ വഖ്ത, ഇനി ഒരാൾക്ക് സമയം അറിയില്ല. വലം യുഖ്ബിർഹു ബിഹി സിഖത്തുൻ, ഒരു ഉറപ്പുള്ള വിശ്വസനീയ ഒരാള് പറഞ്ഞെടുക്കാനുമില്ലെങ്കിൽ ഇജ്തഹദ ബിനഹ്വി വിർദിൻ, ദിനചര്യ പോലാത്തത് കൊണ്ട് അവൻ ഗവേഷണം നടത്തണം. അവൻ പതിവായി ചെയ്യേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയം നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഗവേഷണം നടത്തി നിസ്കരിക്കണം. ഫഇൻ ബാന അന്ന സ്വലാത്തഹു ഖബല വഖ്തിഹ അആദ, ഇനി അവനെ മനസ്സിലായി അവൻ നിസ്കരിച്ചത് സമയത്തിന്റെ മുമ്പാണ്, അവൻ ഗവേഷണം ചെയ്ത് നിസ്കരിച്ചത് സമയത്തിന്റെ മുമ്പാണെന്ന് ബോധ്യപ്പെട്ടാൽ അആദ, മടക്കി നിസ്കരിക്കണം. വ ഇല്ലാ ഫലാ, അല്ല സമയത്തിൽ തന്നെയാണ് നിസ്കരിച്ചതെങ്കിൽ മടക്കേണ്ടതുമില്ല.
വ ഇല്ലം യഖ്ദിർ അലാ മഅരിഫത്തിഹി ബിശൈഇൻ മിമ്മാ ദുകിറ, പറയപ്പെട്ടതൊന്നുകൊണ്ടും സമയം അറിയാൻ സാധ്യമല്ലെങ്കിൽ സ്വല്ലാ ലിഹുർമത്തിൽ വഖ്തി, സമയത്തിന്റെ പവിത്രത മാനിച്ചിട്ട് നിസ്കരിക്കണം. സുമ്മ ആദ, പിന്നീട് മടക്കി നിസ്കരിക്കുകയും വേണം. വമൻ തഹയ്യറ ഫി അംറിൽ ഖിബ്ലത്തി, ഇനി കിബിലയുടെ കാര്യത്തിൽ പരിഭ്രമിച്ചു. വലാഖൽ വഖ്തു, സമയം പരിമിതവുമാണ്. ഏതാണ് കിബില എന്ന് ബോധ്യമല്ല, പക്ഷേ സമയം പരിമിതമാണ്, ഖളാ ആറായിട്ടുണ്ട്, കിബില എന്ന് ബോധ്യപ്പെട്ടിട്ടുമില്ല എങ്കിൽ സ്വല്ലാ ഇല അയ്യി ജിഹത്തിൻ ഷാആ, അവന് വേണ്ടോടത്ത് നിസ്കരിക്കുക. അവൻ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് നിസ്കരിച്ചിട്ട് സുമ്മ ആദ, പിന്നീട് മടക്കി നിസ്കരിക്കുകയും ചെയ്യുക. വമൻ അജസ അൻ ഇസ്തിഖ്ബാലിഹ, ഇനി കിബിലയിലേക്ക് മുന്നിടാൻ കഴിഞ്ഞില്ലെങ്കിലോ കമരീൻ, രോഗിയെപ്പോലെ. ഒരു കിടപ്പ് രോഗിയാണ്, കിബിലയിലേക്ക് തിരിയാൻ സാധ്യമല്ല. ലാ യജിദു മൻ യുവജ്ജിഹുഹു ഇലൈഹ, കിബിലയിലേക്ക് തിരിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടിയതുമില്ല. വകമർബൂത്തിൻ ഇലാ ഗൈരി ജിഹത്തിഹാ, ഇതുപോലെ വകമർബൂത്തിൻ ഇലാ ഗൈരി ജിഹത്തിഹാ, കിബിലയല്ലാത്ത ഭാഗത്തേക്ക് ബന്ധിപ്പിക്കപ്പെട്ടവനെ പോലെ. അവനെങ്ങനെ കെട്ടിട്ടിട്ടുള്ളത് എങ്കിൽ സ്വല്ലാ അലാ ഹാലിഹി, അങ്ങനെ തന്നെ നിസ്കരിക്കുക. സുമ്മ ആദ, പിന്നീട് മടക്കി നിസ്കരിക്കുകയും ചെയ്യുക. ഇന്ന് നോക്കൂ അടുത്ത ഹെഡിങ്, സ്വലാത്തുൽ ആജിസി അനിൽ അർക്കാനിൽ ഖൗലിയ, ഖൗലിയായ ഫർദുകളെ തൊട്ട് കഴിയാത്തവൻ, അഥവാ വാജികമായ ഫർദുകളെ തൊട്ട് നിസ്കരിക്കാൻ കഴിയാത്തവനെ കുറിച്ചാണ്. മൻ അജസ അൻ ഷൈഇൻ മിൻ അൽക്കാനിൽ ഖൗലിയത്തി, ഖൗലിയായ ഒരു ഫർളും സാധ്യമല്ലെങ്കിൽ ലി ഖറസിൻ ഖിൽഖിയിൻ, ജന്മനാലുള്ള സംസാരശേഷി കുറവ് കാരണം എങ്കിൽ സഖത അൻഹു, അവനെ തൊട്ടുള്ള ബാധ്യത ഒഴിവായി. ഇപ്പൊ സംസാരിക്കാൻ കഴിയാത്ത ആൾക്ക് ഫാത്തിഹ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞത്. ഔ ഖറസ ത്വാരിഇൻ, അല്ലെങ്കിൽ പിന്നീടുണ്ടായ സംസാരശേഷി കുറവാണെങ്കിലോ ഹറക ലിസാനഹു ബിഹി, അവന്റെ നാവിനിങ്ങനെ ചലിപ്പിക്കാം. ഫഇൻ അജസ, നാവ് ചലിപ്പിക്കാനും കഴിയുന്നില്ല എങ്കിൽ നവാഹു ബി ഖൽബി, ഹൃദയം കൊണ്ട് കരുതണം. വമൻ അജസ അനിൽ അറബിയത്തി, ഇനി അറബി ഭാഷ അറിയാത്തവനാണെങ്കിൽ വജബ തഅല്ലുമു, ഇത് പഠിക്കൽ നിർബന്ധമാണ്. ഫഇൻ ലാഖൽ വഖ്തു തർജമ ബി അയ്യി ലുഗത്തിൻ ഷാഅ, അവൻ പഠിച്ചെടുക്കുമ്പോഴേക്ക് സമയം പരിമിതമാകുമെങ്കിൽ അവൻ ഉദ്ദേശിച്ച രീതിയിൽ എന്ത് ചെയ്യണം, തർജമ ചെയ്യണം. വയുഈദു സ്വലാത്ത ഇൻ ഖസ്സറ ഫി തഅല്ലുമി, പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ മടക്കി നിസ്കരിക്കുകയും വേണം. വമൻ അജസ അനിൽ ഫാത്തിഹത്തി ലസിമഹു സബ്ഉ ആയാത്തിൻ ലാ യൻഖുസു റുഫുഹ, ഇനി വമൻ അജസ അനിൽ ഫാത്തിഹ, ഫാത്തിഹ അറിയില്ല എങ്കിൽ ലസിമഹു, അവന് നിർബന്ധമാണ് സബ്ഉ ആയാത്തിൻ, 7 ആയത്തുകൾ, ലാ യൻഖുസു റുഫുഹ അൻ റൂഫിൽ ഫാത്തിഹ, ഫാത്തിഹയുടെ അറഫുകൾക്ക് ചുരുങ്ങാത്ത, ഫാത്തിഹയുടെ അറഫുകളേക്കാൾ ചുരുങ്ങാത്ത 7 ആയത്തുകൾ അവൻ ഓതൽ നിർബന്ധം. വഹിയ മിഅത്തുൻ വസിത്തത്തുൻ വഖംസൂന ഹർഫ, ഫാത്തിഹ 156 ഹർഫാണ് ഫാത്തിഹ. അപ്പൊ 156 ഹർഫുള്ള 7 ആയത്ത് ഓതൽ അവൻ നിർബന്ധം. ഫഇൻ അജസ, ഇനി 7 ആയത്തും ഓതാൻ അറിയില്ലെങ്കിലോ ഫസബ്അതു അൻവാഇൻ മിനദ് ദിക്രി, 7 ഇനം ദിക്റല്ല. കദാലിക, ഫാത്തിഹയുടെ ഹർഫ് ചുരുങ്ങാത്ത, അഥവാ 156 ഹർഫ് ചുരുങ്ങാത്ത 7 ഇനം ദിക്ർ ചൊല്ലേണ്ടതാണ്. ഫഇൻ അജസ, ദിക്റും അറിയില്ല എങ്കിൽ ഫവഖൂഫുൻ ബി ഖദ്രിഹ, ഫാത്തിഹയുടെ സമയത്ര നിൽക്കുക. വലോ ഖദറ അലാ ബഅദിൽ ഫാത്തിഹ, ഇനി ഫാത്തിഹ കുറച്ചറിയുമെങ്കിലോ അതാ ബിഹി ഫി മഹല്ലിഹി, അതതിന്റെ സ്ഥലത്ത് കൊണ്ടുവരിക. അതായത് അറിയുന്ന ഭാഗം, ഫാത്തിഹയിൽ നിന്ന് അറിയുന്ന ഭാഗം ഓതുക. വയുബ്ദലിൽ ബാഖി മിമ്മാ ദിക്റ, ഈ ഫാത്തിഹയുടെ ഹർഫ് ചുരുങ്ങാതെ, അഥവാ 156 ഹർഫ് ചുരുങ്ങാതെ ബാക്കി എന്ത് ചെയ്യുക, അറിയുന്ന ഭാഗം വീണ്ടും ഓതുക. ഫഇല്ലം യുഹ്സിന ദിക്റ അയ്ളൻ,
ഇനി ദിക്റും അറിയില്ല എങ്കിൽ കററ മാ ഹഫിളഹു മിനൽ ഫാത്തിഹത്തി ബിഖദ്രിഹാ, ഫാത്തിഹയുടെ അത്ര സമയം മനപ്പാടമാക്കിയത് ആവർത്തിക്കുക. മനപ്പാടമാക്കിയത് ഫാത്തിഹയിൽ നിന്ന് മനപ്പാടമാക്കിയത് ഫാത്തിഹയുടെ സമയത്ര ആവർത്തിക്കേണ്ടതാണ്. ഇനി സ്വലാത്തുൽ ആജിസി അനിൽ ഖിയാം, നിൽക്കാൻ കഴിയാത്തവൻ നിസ്കാരം. മൻ അജസ അനിൽ ഖിയാമി ബിനഫ്സിഹി, സ്വയം നിൽക്കാൻ സാധ്യമാവാത്തവന് ഇസ്തആന ബിഗൈരിഹി, മറ്റൊരുത്തന്റെ സഹായം തേടണം. ഫ ഇല്ലം യജിദ് മുഈന, ഒരു സഹായിയെ കിട്ടിയില്ലെങ്കിലോ ഔ ശക്ക അലൈഹിൽ ഖിയാം വശക്കത്തൻ ലാ തുഹ്തമലു ആദത്തൻ, സാധാരണ സഹിക്കാൻ പറ്റാത്ത പ്രയാസം ഉണ്ടായി നിൽക്കാൻ എങ്കിൽ സ്വല്ല ഖായിദൻ, ഇരുന്ന് നിസ്കരിക്കണം. വൽ ഇഫ്തിറാഷ് അഫ്ളലു, ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരിക്കലാണ് ഏറ്റവും നല്ലത്. ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തഹിയാത്തിന്റെ ഇരുത്തം. സുമ്മ തബറു, രണ്ടാമതായ തബറു ആണ് ഇരുത്തിരിക്കേണ്ടത്, ചമ്പ്രപ്പടി ഇരിക്കുക. മൂന്നാമതായ സുമ്മ തവറുക്കു, പിന്നെയാണ് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കേണ്ടത്, അഥവാ അവസാനത്തെ തഹിയാത്തിന്റെ ഇരുത്തം ഇരിക്കേണ്ടത്. വഅഖല്ലു റുകൂഇ, റുകൂഇന്റെ ചെറിയ രൂപം. മുഹാദാത്തു ജബഹതിഹി മാ ഖുദ്ദാമ റുകുബതൈഹി, അവന്റെ മുട്ടുംകാലിലേക്ക് മുന്നിടുന്ന രൂപത്തിൽ നെറ്റിത്തടത്ത് നേരിടിക്കലാണ്. വഅക്മലുഹു, പരിപൂർണമായ റുകൂഇന്റെ രൂപം. മുഹാദാത്തുഹാ മൗലിഅ സുജൂദിഹി, അവന്റെ സുജൂദിന്റെ സ്ഥാനത്തേക്ക് അവന്റെ നെറ്റിത്തടത്ത് നേരിടിക്കുക. അതായത് ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ റുകൂഇനെ കുറിച്ചാണ് പറയുന്നത്. ഫഇൻ അജസ അനിൽ ഖുഊദി, ഇരിക്കാനും സാധ്യമല്ലെങ്കിലോ, ഇരുന്ന് നിസ്കരിക്കാനും കഴിയില്ല എങ്കിൽ സ്വല്ലാ മുൽതജിഅൻ അലാ ജംബിഹി, ഒരു ഭാഗത്തിന് മേൽ ചെരിഞ്ഞിട്ട് നിസ്കരിക്കാം. അതിൽ തന്നെ വൈക്റഹു അൽ ഐസരി ബിലാ ഉദ്രിൻ, കാരണം കൂടാതെ ഇടത് ഭാഗത്തിന് മേൽ ചെരിഞ്ഞ് നിസ്കരിക്കൽ കറാഹത്തുമാണ്. അപ്പൊ വലത് ഭാഗത്തിന് മേൽ ചെരിഞ്ഞ് നിസ്കരിക്കാം. ഫഇൻ അജസ, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കാനും കഴിയില്ല എങ്കിൽ ഫമുസ്തൽഖിയൻ അലാ ലഹിരിഹി, മുതുകിന്റെ മേൽ മലർന്നു കിടക്കാം. ഇസ്തിഖ്ബാലിൽ മുൽതജിഇ, ചെരിഞ്ഞു കിടക്കുന്നവൻ കിബിലക്ക് മുന്നിടേണ്ടത് ബിവജ്ഹിഹി, മുഖവും, വ മുഖദ്ദമി ബദനിഹി, ശരീരത്തെ മുൻഭാഗവുമാണ്. വൽ മുസ്തൽഖി, മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ കിബിലക്ക് മുന്നിടേണ്ട രൂപം അവന്റെ ബിവജ്ഹിഹി, അവന്റെ മുഖവും, വ അഖ്മസൈഹി, അവന്റെ ഉള്ളൻ കാലുകളുമാണ്. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവനും മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവനും ആംഗ്യം കാണിക്കണം. ബിർറഅസി ലിർറുകൂഇ വസ്സുജൂദി സൗബൽ ഖിബലതി, തല കൊണ്ട് ഖിബലയുടെ ഭാഗത്തേക്ക് റുകൂഇനും സുജൂദിനും ആംഗ്യം കാണിക്കണം. വയൂമിആനി ബിർറഅസി ലിർറുകൂഇ വസ്സുജൂദി സൗബൽ ഖിബലതി, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവനും മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവനും റുകൂഇനും സുജൂദിനും കിബിലയുടെ ഭാഗത്തേക്ക് തല കൊണ്ട് ആംഗ്യം കാണിക്കണം. ഇന്ന് നോക്കൂ, സ്വലാത്തുൽ ആജിസി അൻ സാഇദിൽ അർക്കാനി, മറ്റു റുക്കുനുകൾ കഴിയാത്തവന്റെ നിസ്കാരം. ലൗ അജസ അനി റുകൂഇ, റുകൂഇന് സാധ്യമല്ലെങ്കിൽ ഇല്ലാ ബിമുഈനിൻ, ഒരു സഹായിയെ കൊണ്ടല്ലാതെ, ഔ ബി ഇൻഹിനാഇൻ അലാ ഷഖ്ഖിഹി, ഒരു ഭാഗത്തിന് മേൽ കുനിയൽ കൊണ്ടല്ലാതെ. റുക്കൂ സാധ്യമല്ല, സഹായം ഉണ്ടെങ്കിൽ പറ്റും. അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് റുക്കൂ ചെയ്യാൻ പറ്റുമെങ്കിൽ ലസിമഹു, അതവന് നിർബന്ധമാണ്. ഔ അജസ അൻ ഇൻഹിനാഇ അഖല്ലി റുകൂഇ, അതല്ലെങ്കിൽ അഖല്ലി റുകൂഇന്റെ അത്ര, ചെറിയ റുകൂഇന്റെ അത്ര കുനിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഖദ്റ റകഅ ഖദ്റ ഇംകാനിഹി, സൗകര്യപ്പെടുന്ന രൂപത്തിൽ പരമാവധി റുക്കൂ ചെയ്യാം. ഔ അനിൽ ഇൻഹിനാഇ അസ്ലൻ, അതല്ലെങ്കിൽ തീരെ കുനിയാൻ കഴിയില്ല എങ്കിൽ ഔ മഅ ബിർഇസിഹി, അവന്റെ തല കൊണ്ടാങ്ങി കാണിക്കണം. അതിനും സാധ്യമല്ലെങ്കിൽ ഫബി ത്വർഫി, കണ്ണുകൊണ്ടാങ്ങി കാണിക്കണം. അതിനും സാധ്യമല്ലെങ്കിൽ ഫബി ഖൽബിഹി, ഹൃദയം കൊണ്ട് ആംഗ്യം കാണിക്കണം. വൽ അജ്സു അനിൽ ഇഅ്തിദാലി, ഇഅ്തിദാൽ ചെയ്യാൻ കഴിയാത്തവൻ കൽ അജ്സിൽ ഖിയാം, നിസ്കരിക്കാൻ കഴിയാത്തവനെ പോലെയാണ് ഇഅ്തിദാലിന് ചെയ്യാൻ കഴിയാത്തവൻ. വമല്ലം യതമക്കൻ അൻ റഫ്ഇ അസാഫിലിഹി അലാ ആലിഹി, അവന്റെ താഴ്ഭാഗം ഉയർന്ന ഭാഗത്തേക്കാൾ ഉയർത്താൻ സാധ്യമല്ലെങ്കിൽ, അതായത് സുജൂദ് ചെയ്യുമ്പോൾ
അവന്റെ തലയേക്കാൾ അവന്റെ പിൻഭാഗം ഉയർത്താൻ സാധ്യമായില്ലെങ്കിൽ കഴിയാത്തവൻ ലൈലത്തമ്പി എന്താ കാരണം? രോഗമുണ്ടായതിനു വേണ്ടി ഔലി മൈലാനി സഫീനത്തി ബിഹി, അല്ലെങ്കിൽ കപ്പല് ചെരിഞ്ഞത് കാരണം താഴ്ന്ന ഭാഗം ഉയർന്ന ഭാഗത്തിനേക്കാൾ ഉയർത്താൻ കഴിയില്ലായെങ്കിൽ സജദ ഹസബ ഇംകാനിഹി, അവൻ സൗകര്യപ്പെടുന്ന രൂപത്തിൽ സുജൂദ് ചെയ്യേണ്ടതാണ്. ലാക്കിൻ യുഈദു സ്വലാത്ത ഫി സാനിയ, കപ്പലിലാണെങ്കിൽ കപ്പലിന്റെ ചെരിവ് കാരണമാണ് സുജൂദ് ചെയ്യാൻ പറ്റാത്തതെങ്കിൽ അവൻ മടക്കി നിസ്കരിക്കുകയും വേണം. വമൻ കാന അലാ ജബഅതിഹി ഹായിലുൻ, ഇനി അവന്റെ നെറ്റിയിൽ ഒരു മറയുണ്ടെങ്കിൽ ഒഫി ഇസാലത്തിഹി മഷഖത്തുൻ ശദീദ, അത് നീക്കാൻ വലിയ പ്രയാസമുണ്ട്, ഒഴിവാക്കാൻ പറ്റൂല എങ്കിൽ സ്വഹ സുജൂദുഹു അലൈഹി, അവൻ അതിന് സുജൂദ് ചെയ്യാൻ പറ്റും. ബിലാ ഇആഅത്തിൻ, പക്ഷെ മടക്കി നിസ്കരിക്കും വേണ്ട. പക്ഷേ ഇല്ലായിദാകാന തഹ്തഹു നജസുൻ ഗൈറു മഅഫൂവൻ അൻഹു, മാപ്പ് നൽകപ്പെടാത്ത നജസത്തിന്റെ താഴ്ഭാഗത്തുണ്ടെങ്കിൽ ഒഴികെ, നജസുണ്ടെങ്കിൽ പിന്നെ മടക്കി നിസ്കരിക്കുകയും വേണം. ഫതജിബുൽ ഇആദത്ത്, അപ്പോൾ മടക്കി നിസ്കരിക്കൽ നിർബന്ധാണ്. വലോ തഅദ്ദറ വൽഉ ശൈഇൻ മിൻ അഅളാഇ സുജൂദി, ഇനി സുജൂദിന്റെ ഒരു അവയവം വെക്കാൻ പ്രയാസമായാൽ സഖത്തൽ ഫർളു, ബാധ്യത ഒഴിവായി. സുജൂദിന്റെ അവയവമാണല്ലോ, ഏതെങ്കിലും ഒരു സുജൂദിന്റെ അവയവം വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. വലൗ അജസ ഇല്ല അൻ യസ്ജുദ ബിമുഖദ്ദിമി റഅ്സിഹി, അവന്റെ തലയുടെ മുൻഭാഗം കൊണ്ട് സുജൂദ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഔ സുദുഗൈഹി, അല്ലെങ്കിൽ ആട്ടുചെന്നി കൊണ്ട് സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ വജബ, അതങ്ങനെ തന്നെ ചെയ്യൽ നിർബന്ധമാണ്. ഔ തഅദ്ദറ വലഉ ജബ്ഹതി ഇല്ല അലാ വിസാദത്തിൻ, അല്ലെങ്കിൽ തലയുടെ മേലെ സുജൂദ് ചെയ്യാൻ കഴിയൂല. ഒരു തലയണയുടെ മേലിലല്ലാതെ നെറ്റി വെക്കാൻ കഴിയില്ല എങ്കിൽ ലസിമഹു ദാലിക, അതങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്. ഇൻ ഹസല മഅഹു തൻഗീസുൻ, പക്ഷെ അതിനെന്ത് വേണം? ഒരു കീക്കാൻ തൂക്കം വേണം. തല താഴ്ന്നിട്ടും മറ്റ് പുറം ഭാഗം പൊന്തിയിട്ടും വേണം, എന്നാലേ പറ്റുള്ളൂ. വ ഇല്ലാ ഫലാ, അതല്ല എങ്കിൽ തലയണച്ചുകൊണ്ടാണെങ്കിലും പറ്റൂല. വ യക്ഫീഹിൽ ഇൻഹിനാഉൽ മുംകിനു, അപ്പം എന്ത് ചെയ്യണം? പരമാവധി കുനിഞ്ഞ് തന്നെ സുജൂദ് ചെയ്യണം. വമൻ അജസാനിൽ ജുലൂസി ബൈന സജദതൈനി, രണ്ട് സുജൂദിന്റെ ഇടയിൽ ഇരിക്കാൻ കഴിയാത്തവന്, ഔ ഫി തശഹുദി വസ്സലാത്തി വസ്സലാമി, അതല്ലെങ്കിൽ അത്തഹിയാത്തിലും സ്വലാത്തിലും സലാം വീട്ടാനും കഴിയാത്തവൻ, ഇൽതജ അലാ ജംബിഹി, അവൻ ഒരു ഭാഗത്തിന് മേൽ ചെരിഞ്ഞ് നിസ്കരിക്കാം. ഫഇല്ലം യസ്തതി, ചെരിഞ്ഞിരിക്കാൻ കഴിയില്ലെങ്കിൽ ഇസ്തൽഖാ അലാ ലഹിരിഹി, മലർന്ന് നിസ്കരിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനിൽ റൂഹുള്ള കാലത്തോളം, ജീവനുള്ള കാലത്തോളം നിസ്കാരം ഒഴിവാകൂല എന്നർത്ഥം. ഇനി ദീബാത്ത് വായിക്കാം. നക്തശ്ഫിൽ ഇജാബാത്ത്. ഒന്നാമത്തെ ചോദ്യം, മൻ ഫഖദഹു സൗബു മാദാ യൽസമു ലിസ്സലാഹ്, വസ്ത്രമില്ലെങ്കിൽ എങ്ങനെയാണ് അവൻ നിസ്കരിക്കേണ്ടത്? വസ്ത്രമില്ലാത്തവൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഉത്തരം, ചളി കൊണ്ടോ പുല്ലുകൊണ്ടോ ഇല കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളത് കൊണ്ടോ മറച്ച് നിസ്കരിക്കൽ നിർബന്ധമാണ്. രണ്ടാമത്തെ ചോദ്യം, അയ്യിൽ ജുലൂസി അഫ്ലലു ലിബൻ യുസല്ല ഖായിദൻ, ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്ക് ഏതിരുത്താണ് ഏറ്റവും നല്ലത്? ഒന്നാമതായി ഇഫ്തിറാഷിന്റെ ഇരുത്തം, രണ്ടാമതായി തബർറുഅ, മൂന്നാമതായി തവറുക്ക്. മൂന്നാമത്തെ ചോദ്യം, കൈഫ യസ്തഖ്ബിലുൽ ഖിബ്ലത മൻ യുസല്ലി മുസ്തൽഖിയ, മലർന്നു കിടന്ന് നിസ്കരിക്കുന്ന ആള് എങ്ങനെയാണ് കിബിലക്ക് മുന്നിടേണ്ടത്? വ കൈഫ യർകു വ യസ്ജുദു, എങ്ങനെയാണ് അവൻ റുകൂഉം സുജൂദും ചെയ്യേണ്ടത്? മൂന്നാമത്തെ ചോദ്യം, കൈഫ യസ്തഖ്ബിലുൽ ഖിബ്ലത മൻ യുസല്ലി മുസ്തൽഖിയൻ, മലർന്നു കിടന്ന് നിസ്കരിക്കുന്ന ആൾ എങ്ങനെ കിബിലക്ക് മുന്നിടേണ്ടത്? ഉത്തരം, അവന്റെ മുഖവും ഉള്ളൻ കാലുകളും കിബിലക്കാക്കുക. അതിൽ ഒരു ഉപചോദ്യം, വ കൈഫ യർകഉ വ യസ്ജുദു, എങ്ങനെ അവൻ റുകൂഉം സുജൂദും ചെയ്യേണ്ടത്? അവൻ റുകൂഉം സുജൂദും തല കൊണ്ട് കിബിലിന്റെ ഭാഗത്തേക്ക് ആംഗ്യം കാണിക്കുക. ഇനി അടുത്തത്, മാദാ യുഫ്അലു ഫിൽ മവാഖിഫിൽ ആത്തിയ, താഴെ പറയുന്ന
കാര്യങ്ങളിൽ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തത് വെള്ളം മണ്ണ് ഉപയോഗിച്ച് ഉളു കൊടുക്കാൻ കഴിയാത്തവൻ എന്താ ചെയ്യേണ്ടത്? ഉത്തരം, സമയത്തിന്റെ പവിത്രത മാനിച്ച് അവൻ അശുദ്ധിയോട് കൂടെ തന്നെ നിസ്കരിച്ച് നിസ്കാരം അടക്കാം. 2, തഹയ്യർത്താൻ ജിഹത്തിൽ ഖിബലത്തി വലാഖൽ വഖ്തു. ഖിബയുടെ ഭാഗത്തെക്കുറിച്ച് പരിഭ്രമിച്ചു, സമയം പരിമിതവുമായി. എന്നാൽ അവൻ എന്താ ചെയ്യേണ്ടത്? ഉത്തരം, അവൻ ഉദ്ദേശിച്ച ഭാഗത്തേക്ക് നിസ്കരിക്കുക, പിന്നീട് മടക്കി നിസ്കരിക്കുക. 3, ജഹിൽത വഖ്ത സ്വലാത്ത് വലം യുഖ്ബിർ ബി സിഖത്തുൻ. നിസ്കാരത്തിന്റെ സമയത്തെക്കുറിച്ച് അറിയാതിരിക്കുകയും വിശ്വസിക്കപ്പെടാവുന്ന ഒരാള് അതിനെക്കുറിച്ച് പറഞ്ഞു തരാനുമില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്നാൽ അവൻ ദിനചര്യകളെ കൊണ്ട് ഗവേഷണം നടത്തുകയും പിന്നീട് സമയത്തിന്റെ മുമ്പാണ് അവൻ നിസ്കരിച്ചെന്ന് ബോധ്യപ്പെട്ടാൽ മടക്കി നിസ്കരിക്കുകയും അതല്ലെങ്കിൽ മടക്കി നിസ്കരിക്കുകയും വേണ്ട. ഇന്ന് നോക്കൂ, 4, അജസ്താൻ ഖിറാത്തിൽ ഫാത്തിഹ. ഫാത്തിഹ ഓതാൻ അറിയാത്തവൻ എന്താ ചെയ്യേണ്ടത്? ഫാത്തിഹയുടെ 156 ഹർഫുകൾ ചുരുങ്ങാതെ 7 ആയത്ത് ഓതാം. അതിനും കഴിയില്ലെങ്കിൽ ഫാത്തിയുടെ ഹർഫ് ചുരുങ്ങാത്ത 7 ഇനം ദിക്റില്ല. അതിനും കഴിയില്ലെങ്കിൽ അത്ര ഫാത്തിയുടെ സമയം നിൽക്കുക. ഇനി കുറച്ച് ഫാത്തിഹ അറിയുമെങ്കിൽ ഫാത്തിഹ അറിയുന്നത് ഓതിയിട്ട് ബാക്കിയുള്ള ദിക്ർ കൊണ്ടുവരാം. ഇനി ബാക്കി ദിക്റെല്ലാനും അറിയില്ലെങ്കിലോ ഫാത്തിഹ മനഃപ്പാടമാക്കിയത് ഫാത്തിഹയെ അറിയുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു ചെല്ലുക. ഇനി നുഹദിൽ മസ്അല വ്യക്തമാക്കാനാണ്. 1, മൻ സല്ല വഫീ ജബ്ഹതി ഹായിലുൻ തഹ്തഹു നജസുൻ ഗൈറു മുഅഫ്വിൻ അൻഹു തഅസ്സറ അൻ നസുഹു. ഊരാൻ പ്രയാസമുള്ള മാപ്പ് നൽകപ്പെടാത്ത നജസുള്ള ഒരു കെട്ട് നെറ്റിയിൽ കെട്ടി നിസ്കരിച്ച ആള് എന്താണ് ചെയ്യേണ്ടത്? അവൻ നിസ്കരിച്ചിട്ട് പിന്നീട് മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. ഇനി 2, മല്ല മജിദ് സാത്തിർ അസ്ലൻ. തീരെ ഓർത്ത് മറക്കാൻ ലഭിച്ചിട്ടില്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവൻ നഗ്നനായി നിസ്കരിക്കണം, പക്ഷെ മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഇനി 3, ഹുബിസ ഫീ മകാൻ നജസിൻ വലം യജിദ് മാ യഫ്റശു അലൈഹി. നജസായ സ്ഥലത്ത് ബന്ധിക്കപ്പെട്ടു, പക്ഷേ നജസിനെ വിരിക്കാൻ ഒന്നും കിട്ടിയില്ല. എന്നാ പിന്നെ അവൻ എന്താണ് ചെയ്യേണ്ടത്? എന്നാൽ അത് നിസ്കരിക്കുകയും പിന്നീട് മടക്കി നിസ്കരിക്കുകയും വേണം. പക്ഷെ സുജൂദ് ചെയ്യുമ്പോൾ നജസിന്റെ ഭാഗത്ത് നെറ്റി തടം വെക്കാൻ പാടില്ല. നജസിൽ നെറ്റി വെക്കാതെയാണ് സുജൂദ് ചെയ്യേണ്ടത്. ഇനി അവസാനത്തെ വർക്ക് നുമസ്സിൽ ഫി സൊഫി, ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ്. കൈഫിയത്ത് സ്വലാത്തി കായിദൻ മുൽത്തജിഅൻ. ഇരുന്ന് നിസ്കരിക്കുന്നവനും കിടന്ന് നിസ്കരിക്കുന്നവനും എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഇരുന്ന് നിസ്കരിക്കുന്നവൻ ഇഫ്തിറാഷിന്റെ ഇരുത്തായിരിക്കേണ്ടത്. 2, തബറ. 3, തവറുക്ക്. സുജൂദിന്റെ സ്ഥാനത്തേക്ക് അത്ര നേരിടുന്ന രൂപത്തിൽ റുക്കൂ ചെയ്യുക. ഇങ്ങനെയാണ് ഇത് നിസ്കരിക്കേണ്ടത്. ഇനി ഇരിക്കാൻ കഴിയാത്തവൻ, ചെരിഞ്ഞ് നിസ്കരിക്കുന്നവൻ നിസ്കരിക്കേണ്ടത് അവന്റെ മുഖവും ശരീരത്തിന്റെ മുൻഭാഗവും കിബിലിലേക്ക് മുന്നിടിക്കുക. അല്ലാഹു തആല നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കാൻ, കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.